ഇന്നെൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ കുറേ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ സപ്താഹത്തിന് പറയിടാൻ പോയപ്പോൾ എടുത്തതാണ്. നമ്മുടെ കണ്ണൻകുഞ്ഞും ഉണ്ടായിരുന്നു, അവനെയും കൊണ്ടും പറയിടിച്ചു. കണ്ടോ, അമ്മ കണ്ണൻകുട്ടനെയും കൊണ്ട് പറയിടിയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ മാളുവിൻ്റെയും കണ്ണൻ്റെയും ദേവൻ്റെയും ഒക്കെ കുറേ വിശേഷങ്ങളും ഒക്കെയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹത്തിന് പിന്നെ എല്ലാ ദിവസവും പറയിടാറുണ്ട്. ധാരാളം പറകൾ ഇവിടെ വരാറുണ്ട്. അപ്പം നെൽപ്പറ, അരിപ്പറ, പഞ്ചസാരപ്പറ, അവൽപ്പറ, ഇങ്ങനെ ഒരുപാട് പറകളുണ്ട്. അപ്പോൾ ബിന്ദുവിന് ഇങ്ങനെ ഇടയ്ക്ക് വയ്യാതൊക്കെ ആവുന്നതുകൊണ്ട് അമ്മ നേർന്നതായിരുന്നു പഞ്ചസാര കൊണ്ടുള്ള പറയിടാമെന്ന്. അങ്ങനെ അവൾ പഞ്ചസാരപ്പറ ഇട്ടു. വേണ്ട നന്ദൂസും അതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ ഗോവിന്ദനും ഉണ്ടായിരുന്നു, ഗോവിന്ദനെയും കൊണ്ടിടിച്ചു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അമ്മ നെൽപ്പറയായിരുന്നു നേർന്നിട്ടുള്ളത്, നെല്ല് കൊണ്ടുള്ള പറ. നമ്മൾ രസീത് എടുത്താൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ പഞ്ചസാര അമ്മ സ്പെഷ്യലായിട്ട് നേർന്ന് ആയതുകൊണ്ട് നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ പഞ്ചസാര പറയിട്ടത് ബിന്ദുവിന്. സന്ധ്യദീപാരാധനയ്ക്ക് ആ സപ്താഹത്തിന് നല്ല നമുക്ക് കേട്ടുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ, നാമജപമൊക്കെ ആയിട്ട്. അപ്പം ഇത്തവണ എനിക്ക് പോകാൻ പറ്റിയില്ല സന്ധ്യയ്ക്ക്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പോയിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിട്ടേനെ. നല്ല എന്താ പറയുന്നത്, ഭക്തി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും. നല്ല ഹരേ രാമയൊക്കെ ചൊല്ലി കൃഷ്ണൻ്റെ കീർത്തനങ്ങളൊക്കെ ധാരാളം ചൊല്ലി നമുക്ക് അവിടുന്ന് പോരാൻ തോന്നത്തില്ല. അത്തരത്തിലുള്ള നല്ല ദീപാരാധനയായിരിക്കും അവിടെ. ഈ വർഷം പക്ഷേ പറ കുറവായിരുന്നെന്ന് തോന്നുന്നു. മറ്റേത് അങ്ങേയറ്റം വരെയും ധാരാളം പറകൾ കാണാറുണ്ട്. പിന്നെ ദിവസമായി വരുന്നേ ഉള്ളായിരുന്നു. ഞങ്ങൾ ആദ്യമൊക്കെ ഉള്ള ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസമായിരുന്നു ഞങ്ങൾ പറയിട്ടത്. പിന്നെ ഉണ്ടല്ലോ 4 ദിവസം കൂടെ. ഒരു മിനി സ്വയംവരത്തിൻ്റെ അന്നൊക്കെ ആകുമ്പം ശരിക്കും നല്ലോണം പറകൾ വരും. ചില അമ്പലങ്ങളിലൊക്കെ ഇതിങ്ങനെ ഇട്ടാൽ ഉടനെ അങ്ങ് തളിച്ച് പ്രസാദമൊക്കെ കൊടുത്ത് വിടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അമ്പലത്തിൽ 7 ദിവസവും ഈ പറ അവിടെ തന്നെ വെച്ചേക്കും. പിന്നെ നമ്മൾ വായിച്ച് തീരുന്നതിൻ്റെ അന്ന് 7-ാം ദിവസം മാത്രമേ ഇതെല്ലാം കൂടെ തളിച്ചിട്ട് പറ മറിക്കൽ 7-ാം ദിവസമാണ്. അതുവരെ ഈ പറകളെല്ലാം അവിടെ തന്നെ വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയെല്ലാം ഇട്ട് കഴിഞ്ഞ് അമ്പലത്തിന് വലമൊക്കെ വെച്ച് അമ്പലത്തിനകത്ത് കയറി പ്രസാദമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ചു പോന്നു. കണ്ണൻകുട്ടനാണെങ്കിൽ അവിടെ എല്ലാം ഓടി നടക്കണം. അവനെ പിന്നെ ഒരു വിധത്തിലാണ് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നത്. പിന്നെ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് അമ്പലത്തിൽ പോകാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവായിരിക്കും. കാര്യം ഓരോരുത്തർക്കും ഓരോരോ ജോലികളല്ലേ രാവിലെ. അപ്പം മിക്കവാറും ഞാനും നന്ദൂസും കൂടെ ഓടി വന്ന് തൊഴുതേച്ചങ്ങ് പോകും. ഇന്ന് പിന്നെ പറയിടേണ്ടതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ അമ്മയും ബിന്ദുവും രാജിയും കണ്ണൻകുട്ടനും നമ്മുടെ നന്ദൂസും ഗോവിന്ദനും എല്ലാവരും കിട്ടി. അങ്ങനെ എല്ലാവരും കൂടെ വന്നു. വല്ലപ്പോഴും ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് വരാൻ ഞങ്ങൾക്ക് പറ്റാറുള്ളൂ. കണ്ടോ, കണ്ണനാണെങ്കിൽ പറയിട്ടിട്ടിട്ട് മതിയാവുന്നില്ല. ഇവനെ കൊണ്ട് അമ്പലത്തിൽ പോകാൻ നല്ല രസമാണ്. അവനിങ്ങനെ ഓടി നടക്കണം. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒറ്റയ്ക്ക് പറ്റത്തില്ല. പിന്നെ ഞാനും രാജിയൊക്കെ കൂടെ വരും. അങ്ങനെ നമുക്ക് അമ്പലത്തിലൊക്കെ വന്നിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവനെയും കൊണ്ടൊന്ന് തൊഴിയിക്കാറുണ്ട് അമ്പലത്തിൽ. നമ്മൾ എത്ര ദൂരെ പോയാലും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേശദേവത, നമ്മുടെ ക്ഷേത്രം, നമ്മുടെ വീടിനടുത്തുള്ള അമ്പലം നമുക്ക് തൊഴാൻ കിട്ടുന്ന സമയങ്ങളെല്ലാം ഒരു 5-10 മിനിറ്റോ നമ്മൾ അതിനു വേണ്ടി ചിലവാക്കി അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ചേച്ചിയാണേലും അനിയത്തിയാണേലും ഒക്കെ വരുന്ന സമയത്ത് ഒരു ദിവസമേ ഉള്ളെങ്കിൽ പോലും അവർ കിട്ടുന്ന സമയം അവരോടി വന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് പോകാറുണ്ട്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നമുക്ക് അനുഭവിക്കാനുള്ള ഒരു യോഗം ഇല്ല എന്ന് പറയുമല്ലോ. അതുകൊണ്ട് എന്നെ ഒരുപാട് പ്രാവശ്യം ഭഗവാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിണങ്ങും ഭഗവാന്മാരും ഒക്കെ ആയിട്ട്. എന്നാലും ഞാൻ പിന്നെയും അവരുടെ അടുത്തോട്ട് തന്നെയല്ലേ ഓടി ചെല്ലേണ്ടത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുത് ഇറങ്ങി. തൊഴാനായിട്ട് കയറുവാണ്. ഇത് ഞങ്ങളുടെ കുട്ടമ്പേരൂർ ആറിൻ്റെ ഭംഗിയൊക്കെ കണ്ടോ, നല്ല വൃത്തിയാക്കി ഇട്ടേക്കുവാണ്. ഇപ്പം നല്ല ചുറ്റും നല്ല പച്ചപ്പും ഒക്കെയുള്ള നല്ല തണുപ്പും ഒക്കെയാണ്. ഞങ്ങൾ മുമ്പ് ഇവിടെ കുളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അങ്ങനെ ആറ്റിലങ്ങനെ കുളിക്കാനൊന്നും വരാറില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ എത്തിയ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരുമായിട്ടിങ്ങ് പോരും.
കാരണം അമ്മമാരൊക്കെ ആ സമയത്ത് കുറേ ബക്കറ്റ് നിറച്ച് തുണിയായിട്ട് വരും. ഞങ്ങൾ അപ്പുറത്തുള്ള കുട്ടികൾ ഞങ്ങളെല്ലാവരും കൂടെ വരാറുള്ളത്. വന്ന് ഒരുപാട് സമയം ഒരു 4:30 ആകുമ്പം വന്ന് 6 മണി വരെ ആറ്റിനകത്ത് നീന്തി കളിച്ച് കുളിച്ച് പിന്നെ അവസാനം അമ്മമാർ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കയറി പോകാറുള്ളത്. അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ക്ഷേത്ര ദർശനവും ആറുകാണലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വേണ്ട ഇവിടെ ഒരാളുണ്ട് ചരുവത്തിനകത്ത് കയറിയിരിക്കുന്നുണ്ടോ. പേരപ്പം പാചകത്തിന് പോയിട്ട് കൊണ്ടുവന്ന് കഴുകി വെച്ചേക്കുന്ന ചരുവ. അവനത് കണ്ടപ്പോൾ അതിനകത്ത് കയറി. ആരാന്ന് ചക്ക എന്ന് പറഞ്ഞേ? ചക്ക എന്തോ പാവം അവനാകെ ഒരു വാക്ക് അറിയാം. മൂക്ക ചക്കയിലിരിക്കും. അവനിരിക്കുമായിരുന്നു. കഴിഞ്ഞോ? ഓക്കെ ദേവാ ദേവാ നമ്മുടെ ദേവൻകുട്ടൻ്റെ ചരുവത്തിനകത്തുള്ള കളിയൊക്കെ കണ്ടില്ലേ? അവനിങ്ങനെ കുറേ പാത്രങ്ങൾ മതി കേട്ടോ, ഒന്നില്ല. ചിലപ്പം വന്നിട്ട് അവിടെ അടുക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ചെറിയ ചെറിയ കുപ്പികളുണ്ട്, അതും എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഈ വലിയ ചരുവായിരുന്നു കിട്ടിയത്. എന്തോ ചേച്ചി കുഞ്ഞുമായിട്ട് ഉടക്കുണ്ടാക്കി വന്നേക്കുക. അങ്ങനെ ഞാൻ പതുക്കെ പോയി ചേച്ചി എന്തോ ചെയ്യുന്നതെന്ന് അറിയണ്ടേ. ഇവരമ്മയും മോനും ഇവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ചെന്നപ്പോൾ കൊണ്ട് വേണ്ട ഇവിടെ നമ്മുടെ ചേച്ചി ഇലയും വെള്ളവും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് കളിക്കുന്നു. ഇപ്പം അംഗനവാടി വിട്ട് വന്നാൽ അവിടെ പരിപാടി ഇങ്ങനെ കുറേ വെള്ളവും ഇലയും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് കൂട്ടാൻ വെക്കുവാണെന്നും പറഞ്ഞ് കളിച്ചു. അങ്ങനെ ഞാനത് മുരിങ്ങയില എരിശ്ശേരിയാന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. എന്തോ ഉണ്ടാക്കുന്നേ? മുരിങ്ങയില എരിശ്ശേരിയോ? മുരിങ്ങയില എരിശ്ശേരി എന്ന് പറ. മുരിങ്ങയില എരിശ്ശേരി എന്തൊക്കെ വേണം? പഞ്ചസാര ഇടുവോ എരിശ്ശേരിക്കകത്ത്? ഉപ്പും മഞ്ഞപ്പൊടി. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് മുരിങ്ങയില വേവിക്കണമെന്ന് പറ. കുറച്ച് പറ. കൈക്കൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ മുരിങ്ങയില എരിശ്ശേരി വെക്കുന്നത് എങ്ങനെയാന്ന് പറ. ഈ 5 മിനിറ്റിനകം വേവും, സമ്മതിച്ചു. പക്ഷെ അതിന് എന്തൊക്കെയാ വേവിക്കാൻ വെക്കുന്നേ? മഞ്ഞപ്പൊടി, തേങ്ങ, എരിശ്ശേരി, ഉപ്പ്, മുരിങ്ങയില. ഇത്രയും കൂടെ 5 മിനിറ്റിനാകുമ്പോൾ വേവിക്കണം. എന്നിട്ട് കളിക്കും. ദോശ തിന്നാൻ ആശ ദോശ തിന്നാൻ കാശിനായി തപ്പി നോക്കി കിശ. ഇങ്ങനെയും കൂടെ കാണിക്കണം. മീശക്കാരൻ ഇപ്പൊ വീഴും. മീശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. ദോശ തിന്നാൻ കാശിനായി തപ്പി നോക്കി കീശ. എന്താ ആശ്രമം കാണിച്ച ഇങ്ങനെ ഇതാണ് ഇപ്പം നമ്മുടെ കണ്ണൻകുട്ടൻ്റെ പരിപാടി. ടി വിക്കകത്ത് എന്തെങ്കിലും പാട്ടിടുക, അവനും അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീഡിയോ ഇടുക. അവൻ്റെ തന്നെ വീഡിയോ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ അവൻ കണ്ടു തുടങ്ങിയത്. കണ്ടോ, ടി വിക്കകത്ത് അവന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, അവന് സൗണ്ട് കൂട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിമോട്ട് എടുപ്പാണ് അത്. റിമോട്ട് എടുത്ത് താഴെ വീണ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് അച്ഛൻ നൈസായിട്ട് റിമോട്ട് അങ്ങ് മേടിച്ച് വെച്ചു. ഇപ്പോൾ ഇങ്ങനെ ഇവനെ അടക്കിയിരുത്താനുള്ള ഓരോ സൂത്രപ്പണികൾ ടി വിയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കും. മുമ്പാണെങ്കിൽ ടി വി ഒന്നും കാണത്തേ ഇല്ലായിരുന്നു.
ഇപ്പം ടി വിക്കകത്ത് കണ്ണിലുണ്ണിയാണി കണ്ണനാണിയും ഒക്കെയുള്ള പിന്നൊരു പൂമ്പാറ്റയുടെ പാട്ട്, ഇങ്ങനെ കുറേ പാട്ടുകളുണ്ടല്ലോ, കുഞ്ഞു പിള്ളേരുടെ ഒരുപാട് പാട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനിങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഡാൻസ് കളിക്കും. അങ്ങനെ അവനിപ്പോൾ സമയം പോക്കുന്നത്. പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകിനും വീഡിയോ എടുപ്പുമൊക്കെയാണ്. ഇപ്പം ഞാൻ അങ്ങനെ അധികം അവൻ്റെ വീഡിയോ എടുക്കാറില്ല. ഒരുപാട് പേർക്ക് ഞാൻ അവൻ്റെ വീഡിയോ എടുക്കുന്നതിനോട് ചില എതിർപ്പുകളൊക്കെ, അതുകൊണ്ട് ഞാനങ്ങനെ അവൻ്റെ വീഡിയോ കഴിവതും ഞാനങ്ങ് ഒഴിവാക്കും. ഇപ്പം നമ്മളിതൊക്കെ ഓരോ കുഞ്ഞിൻ്റെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇടുന്നതല്ലേ, പക്ഷേ ആൾക്കാരൊക്കെ വേറെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ അവൻ്റെ വീഡിയോ അങ്ങനെ എടുക്കാറില്ല. അവൻ്റെ നല്ല കുഞ്ഞുങ്ങളെ തന്നെ ഞാനിപ്പോൾ വളരെ കുറച്ചല്ലേ കാണിക്കാറുള്ളൂ. അഥവാ അവിടെ ചെന്നാലും ഞാൻ അമ്മയുടെ വീഡിയോയോ അല്ലെ അനിയത്തി എന്തെങ്കിലും ഉണ്ടാക്കുന്നതോ ഒക്കെ എടുക്കും. പിന്നെ ഇനിയും നമ്മുടെ ഹരിക്കുട്ടൻ വന്നു കേട്ടോ, കുറേ നാളായിരുന്നു അവൻ വന്നിട്ട്. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് അവൻ വന്നിട്ടുണ്ട്. അപ്പം അതേണ്ടേ ചേട്ടൻ വന്നതിൻ്റെ സന്തോഷമാണ് നമ്മുടെ നന്ദൂസിനും അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ. അപ്പം അമ്മ അന്ന് ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കിയായിരുന്നല്ലോ, അപ്പോൾ അത് ഹരിക്കുട്ടന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അവൻ വരുന്നതിൻ്റെ സന്തോഷം കൊണ്ട് ഇത് കണ്ടോ, നല്ല വെള്ള കേക്ക് ഉണ്ടാക്കി ഇന്ന്, നല്ല അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞു. ഞാനവിടെ ഇല്ലായിരുന്നു. പിന്നെ മറ്റേ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് ഇതിനകത്ത് ക്യാരമൽ സിറപ്പ് ഒഴിക്കുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കി. അവൻ വന്നാൽ കുറച്ച് സമയമുള്ളെങ്കിൽ എല്ലായിടവും നടന്ന് അനിയത്തിയും ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. കണ്ണൻകുട്ടൻ്റെ സന്തോഷം കണ്ടോ, കണ്ണൻകുട്ടനും മാളുവിനും ഒക്കെ. പിന്നെ അക്കു എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. ദേവനാണേ അക്കുവിൻ്റെ കയ്യിൽ കയറി. ഇത് നമ്മുടെ നന്ദമോള്. ബാക്കി എല്ലാവരെയും ഉള്ളപ്പോൾ പിന്നെ അവളെ കളയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ നന്ദക്കുട്ടിയെ ഇതിനകത്ത് കയറ്റി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ കളിയെല്ലാം കഴിഞ്ഞു. ദേണ്ട അമ്മയുടെ ജോലി നോക്കിപ്പോയി നല്ല 2 വലിയ ചേന കിട്ടി അമ്മയ്ക്ക് നടാനായിട്ട്. അമ്മയുടെ മരുമോൻ കൊണ്ട് കൊടുത്തതാണേ. അപ്പം അങ്ങനെ അമ്മയ്ക്കത് നടാനായിട്ട് അമ്മ ദേണ്ട മുറിച്ചെടുക്കുന്നതുണ്ടോ. ചേന ഇങ്ങനെ മുറിച്ച് ഈ വലിയ ചേന ഇത് 4 പീസാക്കാവുന്ന തന്നപ്പോൾ പറഞ്ഞത് കടക്കാർ. അമ്മ അങ്ങനെ 4 കഷ്ണമാക്കി, എന്നിട്ട് അതിനെ ഇങ്ങനെ അതിൻ്റെ സൈഡൊക്കെ ചെത്തി പൂള് ചീന്തുക എന്ന് പറയും. എന്നിട്ട് ആ ചെത്തി കളയുന്നത് നമുക്ക് കളയരുത്, നമുക്ക് കൂട്ടാൻ വെക്കാനൊക്കെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി അമ്മ നടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മുറിക്കുക. ഇത് 4 കഷ്ണമാക്കിയിട്ട് ചാണകവെള്ളം കലക്കി അതിൽ മുക്കി വെക്കണം. എന്നിട്ട് അത് ഉണങ്ങണം. 2 ദിവസം ഇരുന്ന് അത് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞ് അതിൽ ചാരവോ മായമോ എല്ലാം പുരട്ടിയിട്ട് അത് നടും. അപ്പം അതിന് വേണ്ടിയിട്ട് അമ്മ ഇതെല്ലാം റെഡിയാക്കണം. 2 കഷ്ണമാക്കി ഇനി അതെല്ലാം ചെത്തി ഒരുപോലെ ആക്കണം. കൂടായിട്ട് നമ്മൾ നട്ടാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്നറിയത്തില്ല. ഇത്തിയേന അല്ലെ മുറിയെ വെട്ടുമാന്നല്ലേ പറഞ്ഞത്. എൻ്റെ ഈ ചതുരത്തിലുള്ളത് ഞാൻ ചെത്തി എടുക്കും. എന്നിട്ട് അത് കൂട്ടാൻ വെക്കാനോ ഇതൊക്കെ എടുക്കും. പൂള് വെട്ടുക. പൂള് വെട്ടുക. ചേന പൂള് വെട്ടുക. നടാനെടുത്തേച്ച് അതിൻ്റെ ഷേപ്പ് ഒരുപോലെ ആക്കണം. എന്നിട്ട് അതെടുത്ത് കൂട്ടാൻ വെക്കാൻ കൊള്ളാം. പൂള് വെട്ടിയത് കൂട്ടാൻ വെക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് ഇനി ചാണകപ്പാലിനകത്ത് മുക്കി എടുക്കും. എന്നിട്ട് ഉണങ്ങാൻ വെക്കുമോ? കുറച്ച് ദിവസം ഉണങ്ങണം. ഒരുപാടങ്ങ് കൊട്ടൻ ചുക്കാതി പോലെ ഉണങ്ങണ്ട, ഒരുവിധം. എന്നിട്ട് വല്ലതും ഇട്ടിട്ട് ഇച്ചിരി കുമ്മായി വിട്ട് നട്ടായിരുത് ഇന്നത്തിൻ്റെ എന്തോ. നമ്മുടെ ഇവിടെ ഒരുപാട് ഇതാകത്തില്ല, എന്നാലും നട്ടു നോക്കാം. ഇതിനാണോ പൂള് വെട്ടുക എന്ന് പറയുന്നത്? പൂള് വെട്ടി ഒരുപോലെ ആക്കി അങ്ങ് വെക്കും. ചാണകപ്പാലും ഒക്കെ മുക്കി. അപ്പം എന്ത് ചെയ്യാനാണ് ഒരുപോലായി കണ്ടോ ഈ വശം. ഇതേപോലെ 2 വശവും ആക്കാം. ഇത് വലിയ കഷ്ണമായോ? ഇതോ ഇത്രയും വലുത് വേണോ നടാൻ? വേണം 4 എണ്ണം ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ലേ, കടക്കാരൻ പറഞ്ഞു 4 ഉള്ളൂ. 8 മുറി 2 ചേന ഇല്ലായിരുന്നോ? കൊണ്ടൊന്ന് വലുത് അവിടെ വെച്ച്. ചേനയാ കണ്ണാ? അയ്യോ നമുക്ക് ചൊറിയോടാ. നീ അല്ലെങ്കിലേ തുള്ളിക്കൊണ്ട് നടക്കുന്നേ. ഇനി ചേന എടുത്തിട്ട് കൈയും കൂടെ ചൊറിഞ്ഞാൽ നല്ലതായിരിക്കും. ചാണപ്പാലി മുക്കി വെക്കാം നാളെ. ഇതാ മറ്റേ ചേന. 2 ചേന വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അമ്മ, വിത്ത് ചേന.
ചേന ഇങ്ങനെ വെട്ടി പൂളാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെത്തിക്കളഞ്ഞ പൂള് വെട്ടിയ ഭാഗങ്ങളായത്. തീയൽ വെക്കാനും മെഴുക്കുവരട്ടി വെക്കാനും ഒക്കെ കൊള്ളാം. അങ്ങനെ അമ്മ അതെല്ലാം വേറെ ആക്കി അരിഞ്ഞരിഞ്ഞ് ഓരോന്ന് ഓരോ സെക്ഷനാക്കി തിരിച്ചു നടാനുള്ളത് വേറെ, കൂട്ടാൻ വെക്കാനുള്ളത് കണ്ടോ, കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അത് വേറെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.